ഇന്നലെ മുതൽ പെയ്യാൻ തുടങ്ങിയ മഴയായിരുന്നു. പോരാത്തതിനാണെങ്കിൽ ഇന്നലെ മുതൽ നമുക്ക് കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ രാവിലെ തന്നെ കറണ്ട് വന്നതിൻ്റെ ഒരു ആവേശത്തിൽ കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഓരോന്നായിട്ട് ട്രിപ്പ് എടുത്തിടുമായിരുന്നു ഞാനും അമ്മയും കൂടി. അപ്പോഴേക്ക് ഇതാ നമ്മുടെ ഷുട്ടൂപ്പി എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് മീനോ കാര്യങ്ങളോ ഇപ്പോൾ കുറേ ദിവസമായാലും കിട്ടാത്തത്. അപ്പോൾ അമ്മ സാമ്പാർ ഉണ്ടാക്കാനുള്ള പണിപ്പുരയിലായിരുന്നു രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. നമുക്ക് രാവിലെ ഇന്ന് നല്ല ചൂട് നൂൽപുട്ടും പിന്നെ സ്റ്റൂ കറിയായിരുന്നു, പൊട്ടറ്റോ സ്റ്റൂ കറി. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ നേരെ ഷുട്ടൂപ്പിനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ബ്രഷ് ചെയ്യിപ്പിക്കാന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ് അവൾക്ക്. ഞാനും കൂടെ എന്തായാലും ഒന്നിച്ച് ബ്രഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് അപ്പോഴേക്കും നമ്മൾ അമ്മേൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തൊരു പരിവായിട്ടുണ്ട്. ഷുട്ടൂപ്പിന് ഇതാ രാവിലെ തന്നെ ഓരോ കുരുത്തക്കേടും കൊണ്ട് ഇറങ്ങിയിട്ടുമുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇതാ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നു. ഷുട്ടൂനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. അവൾ കഴിക്കുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എന്തോ ഭാഗ്യത്തിന് നൂൽപുട്ടൊക്കെ ഫുള്ളെടുത്ത് കഴിച്ചു. നമ്മുടെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതാ അമ്മയുടെ സാമ്പാർ അങ്ങനെ കുറുകി റെഡിയായി വരുന്നുണ്ട്. ഒരാൾ അപ്പോഴേക്കും ഇതാ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഓടി എത്തിയിട്ടുണ്ട്. ആര് ടേസ്റ്റ് നോക്കിയാലും ഫസ്റ്റ് ഷുട്ടൂന് തന്നെ നോക്കണം, അതാണ് ആ ഒരു ആചാരം. അപ്പോൾ ഇതങ്ങനെ കുറച്ച് വാഷിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ആറിടാൻ വേണ്ടിയിട്ട് പോയി. ഇന്ന് നമുക്ക് മീൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഷുട്ടൂപ്പിക്ക് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആൾക്ക് ഉള്ളിയൊന്നും ഇട്ട ഓംലേറ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് സാധാരണ ഒരു നോർമൽ ഓംലേറ്റ് ആക്കി കൊടുത്ത് ഞാൻ വേഗം ഫുഡും കൊടുത്ത് ആളെ പിന്നെ കിടത്തി അങ്ങ് ഉറക്കി. അല്ലെങ്കിൽ എന്നെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങനെ അവൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഉറങ്ങുമ്പോഴേക്കും ഞാനും പിന്നെ ഫുഡ് കഴിച്ചു. കുട്ടപ്പൻ ഉണ്ടായിരുന്നില്ല, പുറത്ത് പോയി ഇപ്പോൾ വരുമ്പോഴേക്കും ഷുട്ടൂപ്പി എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ പരിപാടിയിലേക്കായി. വൈകുന്നേരം നമ്മളിന്ന് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ചൂട് ഗോതമ്പ് ദോശയും പിന്നെ സാമ്പാറും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചായക്ക് വേണ്ടിയിട്ട് ഒരു ഗോതമ്പ് പത്തലും കൂടെ അങ്ങ് ചുട്ടു. അങ്ങനെ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. നേരെ വേഗം ഫ്രഷപ്പായിട്ട് റെഡിയായി ഒന്ന് പുറത്ത് പോകണം. അമ്മയുടെ മരുന്ന് വാങ്ങേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. മഴേൻ്റെ ചോർച്ച കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് തന്നെ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മരുന്നൊക്കെ വാങ്ങി നേരെ നമ്മൾ ഒരു ചെരുപ്പിൻ്റെ വീടിലേക്ക് പോയി. കുട്ടപ്പനൊരു ചെരുപ്പ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നേരെ നമ്മൾ ഏടിയും കറങ്ങാണ്ട് വീട്ടിലേക്ക് തന്നെ വന്നു. നേരെ നമ്മളിതാ ദോശ ചുട്ടു. ഷുട്ടൂന് പാസ്തയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് പാസ്ത ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ നല്ല ചൂട് ഗോതമ്പ് ദോശയും അടിപൊളി സാമ്പാറും കൂട്ടി കഴിച്ചു. പിന്നെ നമ്മൾ പറയണ്ടല്ലോ, ഷുട്ടൂപ്പിൻ്റെ തകൃതിയായിട്ടുള്ള കളിയായിരുന്നു. ഇത് കണ്ണിമ്മ ഡാൻസിൻ്റെ സ്റ്റെപ്പ് പഠിക്കുന്ന പരിപാടിയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും പോയി കിടന്നുറങ്ങി.